ഹലോ. സോ ആസ് യു ക്യാൻ സീ ഇൻ മൈ തംബ്നെയിൽ, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്രഹസനം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പ്രയത്നം വേണ്ട ഒരു പരിപാടിയാണ്. എൻ്റെ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്. മിക്കവാറും സോപ്പായിരിക്കും, എന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു കഠിന പ്രയത്നം വേണ്ട ഒരു പരിപാടിയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ദം ബിരിയാണിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഗ്രേവി ഭയങ്കര കുറവാണ്. അത് പ്രശ്നം എന്ന് വെച്ചാൽ ദം ബിരിയാണിയുടെ പ്രശ്നമല്ല, അത് ഞങ്ങളുടെ പ്രശ്നമാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കും ഈ ഗ്രേവി കുറഞ്ഞ സംഭവങ്ങൾ അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യം. ഗ്രേവി ഇൻ ദ സെൻസ് അതിൻ്റെ ഒരു മസാല സംഭവം കുറച്ച് കുറവുള്ളത് ആൾക്കാർക്ക് കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉരുളിയിൽ ഉണ്ടാക്കുന്ന ഫുൾ ബിരിയാണി അന്നത്തെ ദിവസം ഞാൻ കഴിക്കേണ്ടി വരും. അതെന്നെ കൊണ്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ആ ദം ബിരിയാണിക്ക് അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. എവിടുന്ന് പോകുന്നവിടെ ഈ വണ്ടിയൊക്കെ? പാർട്ടിയാണോ? വണ്ടിയുടെ പ്രഹസനം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ അത് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഉരുളി ഫുള്ള് ഞാൻ കഴിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത്, ചിക്കൻ സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് കളർ വരാനും ഇതൊക്കെ വരാനായിട്ടുള്ള അപ്പോൾ ഒതൻറ്റിക് ഒരു ദം ബിരിയാണി ആയിരിക്കത്തില്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും ആസ് പെർ അവർ ഫാമിലീസ് ടേസ്റ്റ് എന്താ പറയുക, ഫാമിലിയുടെ നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്. ഈ മസാല പരിപാടികളൊക്കെ എൻ്റെ അമ്മയാണ് ചെയ്യുന്നത്. കാരണം അത്ര വലിയൊരു എക്സ്പെർട്ട് അല്ല ഞാൻ ഒരു കുക്കിങ്ങിൽ. പിന്നെ എൻ്റെ രീതിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാം, പക്ഷേ അതെൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. സോ അമ്മയുടെ ഒരു ഇത് വേണം. ഇപ്പം ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ബിരിയാണി കിറ്റ്. ഇതിൽ ആക്ച്വലി ഗരം മസാലയുണ്ട്, നെയ്യുണ്ട്, പിക്കിളുണ്ട്, കാഷ്യൂനട്ടുണ്ട്, കിസ്മിസ് ഉണ്ട്, മസാല എല്ലാം ഉണ്ട്. കൂടാതെ അരിയുണ്ട്. അപ്പം നമുക്ക് അരി എടുത്ത് വെള്ളത്തിലിടാം, ഇല്ലെങ്കിൽ ഇന്ന് വീഡിയോ മാത്രമേ നടക്കത്തുള്ളൂ, ബിരിയാണി ഉണ്ടാകത്തില്ല. ഓക്കെ, അരി ഇടാൻ പോകണേ. അരി ഇടാവുന്ന പോകുന്നില്ല, അതെ വിളിക്കണം. ഇന്നത്തെ ഈ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഉള്ളി നമ്മൾ വറുത്തെടുക്കും എണ്ണയിലിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളി എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളിങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഈ 3 സംഭവങ്ങളിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ഈ 2 ടൊമാറ്റോ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇന്ന് ഇതിൽ ആക്ച്വലി വേണ്ട ഒരു രണ്ടാമത്തെ സംഭവം ഉണ്ടായിരുന്നു. രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എത്രാമത്തെയാണോ എനിക്കറിയില്ല. അപ്പോൾ അത്രയും സംഭവം ഒരു സംഭവം വേണമായിരുന്നു, തൈര്. പക്ഷേ അത് ഞാൻ മറന്നുപോയി. എനിക്കറിയില്ല ഇത് റെഡിയാവുന്നു. പക്ഷെ നമ്മളങ്ങനെ യൂഷ്വലി തൈര് ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ ഈ ദം ബിരിയാണിക്കകത്തൊക്കെ ആക്ച്വലി തലശ്ശേരി ദം ബിരിയാണിക്കകത്തൊക്കെ ആക്ച്വലി ആൾക്കാർ ഈ തൈര് ഉപയോഗിക്കും. അപ്പോൾ എനിക്കൊന്ന് ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് മറന്നുപോയി. പിന്നില്ലാത്ത സാധനം പുതിന. ഇവിടെ അടുത്തുള്ളൊരു പച്ചക്കറി കട തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പുതിന മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പുതിന ഇല്ലാതെ മല്ലിയില മാത്രമുണ്ട്. അതും ഇന്ന് ഞാൻ മേടിച്ചതല്ല, കുറച്ച് ഇന്നലെ കൊണ്ട് മേടിച്ചതാണ്. അത് അമ്മ മേടിച്ച് വെച്ചത് കൊണ്ട് ഭാഗ്യമായി. ഇല്ലെങ്കിൽ ബിരിയാണി ഒരുമാതിരി ചോറും ചിക്കൻ കറിയും പോലെ ഇരുന്നേനെ. ഓക്കെ, അപ്പം ഈ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മൾ ചിക്കനുള്ള ഗ്രേവിയും സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു വൃത്തികെട്ട ചീനച്ചട്ടിയാണ്. ബിക്കോസ് ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചീനച്ചട്ടി എന്നൊക്കെ പൊള്ളലേക്കുണ്ട്. പക്ഷേ ഇതിന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അന്നത്തെ ദിവസം ഫുൾ ഡേ നീറിക്കൊണ്ടിരിക്കും. ഇവൻ നമ്മൾ കുറച്ച് പേസ്റ്റ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളലിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, നമുക്ക് വേദനയ്ക്കുന്ന ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും. പക്ഷേ ഇത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, നീറി ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. സോ ഇന്ന് എൻ്റെ എവിടെയാണ് പൊള്ളാൻ പോകുന്നത്, മുഖമാണോ പൊള്ളുന്നതെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. എനിവേസ് നമുക്ക് ഇതിനകത്താണ് റെഡിയാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ചൂട് പിടിച്ചുണ്ടല്ലോ, ഇതിലെ ഐറ്റമാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ കൈ പറ്റി കഴിഞ്ഞാൽ നല്ല നൈസാവും. ഞാൻ എണ്ണ ചൂടായി നോക്കുന്നത് ഇങ്ങനെ ഒരു വെള്ളം ഒഴിച്ചാണ്. എപ്പോഴാണോ എണ്ണ എൻ്റെ ദേഹത്ത് തിരക്കുന്നത് എനിക്ക് അറിയില്ല. കാഷ്യൂനട്ടും കിസ്മിസും, ഉള്ളി വറുത്ത്
ഇത് ഞാൻ ഫസ്റ്റ് ബിരിയാണി വെക്കുന്നത് കൊറോണ ടൈമിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ബിരിയാണി സംഭവം ഇഷ്ടമല്ല. അതായത് ചിക്കൻ ചോറിനകത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ അത്ര കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരുന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും. അപ്പം എന്ന് ഞാൻ ഈ ബിരിയാണി വെക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും ബിരിയാണി ഇല്ല എനിക്ക് ബിരിയാണിക്കകത്ത് ഈ ചോറിനകത്ത് ചിക്കൻ ഇങ്ങനെ കിടക്കണം ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റല്ലേ ക്യാമറ, എനിക്ക് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഞാൻ കഴിക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊറോണയുടെ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചിക്കനും കുറച്ച് റൈസും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഒന്നും ഉണ്ടാക്കട്ടെ, എനിക്ക് ഭയങ്കര കൊതിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ സംഭവങ്ങളൊക്കെ മേടിച്ചു. അന്നൊരു അജൂസ് കിച്ചൺ എന്നോ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിലെ ഒരാളാണ് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. ഞാൻ എൻ്റെ ഉള്ളി ഒന്ന് ഇളക്കിയിട്ട് വരാം. അപ്പോൾ അതിൽ അവർ കുറച്ച് കിള്ളായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവം റെഡിയാക്കി ഒരു ഉപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഉപ്പ് ഞാനുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ആണ്, കറക്റ്റായിട്ട് ഉപ്പ് ഒരിക്കലും വരില്ല. അപ്പോൾ എനിക്ക് കറിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പം ഈ ഉപ്പിൻ്റെ ഒരു പ്രശ്നമല്ലാതെ സോ ഗുഡ്. എൻ്റെ അമ്മ ഒരു ഫാനായി അതിന് ശേഷം ബിരിയാണിയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു വിരോധം അമ്മയ്ക്ക് മാർക്കറ്റിൽ. പിന്നെ അമ്മ എപ്പോഴും ബിരിയാണിയേ വെക്കുള്ളായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ തോന്നിയാൽ അമ്മ പറയും എനിക്ക് ചിക്കൻ ഒരുമിച്ച് കിടക്കുന്ന ഇഷ്ടം, ചിക്കനും ലൈക്ക് റൈസും സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇത് എവിടുത്തെ ഒരു പരിപാടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എപ്പോഴും പെടാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ബിരിയാണി സ്റ്റോറി. ഞാനിങ്ങനെ ഫസ്റ്റ് ബിരിയാണി. സോ ഇനി നമുക്ക് ബാക്കി കലാപരിപാടികളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം അതും ഇന്ന് നമ്മളുടെ ഈ സംഭവത്തിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഗാർണിഷിംഗ് മെറ്റീരിയൽസിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ മസാല റെഡിയാക്കാനുള്ള പരിപാടിക്ക് ഇനി എനിക്ക് അമ്മയുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. കാരണം മസാല ഇടുന്നതിലൊരു ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ഷീണിച്ച് പണിയെടുത്തപ്പോൾ ഓക്കെ. സോ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില എൻ്റെ വീട്ടിലുണ്ടായ കറിവേപ്പില. നമ്മളൊന്നും കറിവേപ്പില വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ബിക്കോസ് ഓൾറെഡി ഓർഗാനിക് കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ട്. ഈ പാത്രത്തിൽ നിന്നും ഈ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ബിക്കോസ് ഈ ചിക്കൻ ഇതിൽ കൊള്ളില്ല. അപ്പം ഈ മസാലപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പം ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ടൊമാറ്റോ ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി അതെല്ലാം ഇട്ടു. പിന്നെ എന്താ ഇട്ടേ, മല്ലിയില ഇട്ടു, പിന്നെ ഉള്ളി വറുത്തതിട്ടു. ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഗരം മസാല ഇടും. പിന്നെ ഉപ്പ്, പിന്നെ നമ്മളുടെ ഗരം മസാല, പിന്നെ കുരുമുളക്, അതൊക്കെ ലാസ്റ്റ് നമുക്ക് ഇടാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഗരം മസാല. ഇപ്പോൾ ആ ഗരം മസാല ഇട്ടപ്പോൾ തന്നെ ഒരു മണം ഒന്ന് മാറി. കൊള്ളാം. ഇപ്പം ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റിൻ്റെ ഒരു സ്മെല്ല് വരുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറയില്ല ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ലിൽ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതാണ്. സോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു എന്താ കുറച്ച് നാരങ്ങയും കുറച്ച് പപ്പടവും. പപ്പടം ചെറിയൊരു പീസ് എടുക്കാനാണ് നോക്കി, പക്ഷേ ഭയങ്കര കിട്ടുന്ന അറിയത്തില്ല. കഴിക്കാൻ പറ്റുമോ? Okay, so if you like this video, then do try biryani. ഈ റെസിപ്പിയിലൊന്നുമല്ല, ഏതെങ്കിലും റെസിപ്പിയിൽ you try making biryani. And പിന്നെന്താ, പിന്നൊന്നുമില്ല, അത്രയ്ക്കുള്ളൂ. Okay, so that's all about this video. If you like this video, please share, subscribe, like.